ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വൃന്ദാവനമാണ്. അനൂപിനെ കാണാനായി അജയൻ വൃന്ദാവനത്തിലെത്തിയിരിക്കുകയാണ്. തുടർന്ന് വിവാഹത്തിന്റെ കാര്യം പറയുമ്പോൾ അതിന് ഇപ്പോൾ താല്പര്യമില്ലെന്ന് പറയുകയാണ് ദയാനന്ദ മാഷ്. ഇത് കേൾക്കുന്ന അജയന് അവന്തിക പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. തുടർന്ന് അജയൻ പറയുകയാണ്, എനിക്കറിയാം ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ. എനിക്കും ഒരു സഹോദരി ഉണ്ടായിരുന്നതാ. ഞങ്ങൾ കടം വാങ്ങി തന്നെയാ അവളെയും കെട്ടിച്ചുവിട്ടത്. എനിക്ക് നിങ്ങൾ പൊന്നും പണവും ഒന്നും തന്നെ തരണ്ട. എനിക്ക് ആതിരയെ മാത്രം മതി. ഈ വീട്ടിലേക്ക് മകനായി വരാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. നല്ലൊരു അച്ഛനെയും അമ്മയെയും സഹോദരനെയും കിട്ടുമെന്ന് ഞാൻ കരുതി. നിങ്ങളായിട്ട് എൻ്റെ പ്രതീക്ഷ തെറ്റിക്കരുത്. ഇതൊക്കെ കേൾക്കുന്ന മീര പറയുകയാണ്, അജയന്റെ നല്ല മനസ്സിന് നന്ദിയുണ്ട്. ആദ്യം അനൂപേട്ടൻ ഒന്ന് എഴുന്നേറ്റ് നടന്നോട്ടെ, എന്നിട്ട് വിവാഹത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഇത് കേൾക്കുന്ന അജയൻ പറയുകയാണ്, നിങ്ങളിൽ നിന്നും നല്ലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞാ ഞാൻ ഇവിടുന്ന് പോകുന്നത്. അത്രയും പറഞ്ഞ് അജയൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് വന്ന് ആതിര ചോദിക്കുകയാണ്, നല്ല പെർഫോമൻസ് ആയിരുന്നല്ലോ അകത്ത്. എന്റെ വീട്ടുകാരെ സെന്റി അടിച്ച് വീഴ്ത്തിയാലും ഞാൻ എന്താണെങ്കിലും നിന്നെ കെട്ടാനേ പോകുന്നില്ല. ഇത് കേൾക്കുന്ന അജയൻ പറയുകയാണ്, എന്നെ കല്യാണം കഴിക്കുകയല്ലാതെ നിനക്ക് വേറെ ഒരു വഴിയുമില്ല. പിന്നെ ഒരു വഴിയുണ്ട്. ഒന്നെങ്കിൽ നിനക്ക് ആത്മഹത്യ ചെയ്യാം, അല്ലെങ്കിൽ എന്റെ താലിക്കായി കഴുത്ത് നീട്ടിത്തരാം. ഇത് കേൾക്കുന്ന ആതിര ഒരു ഞെട്ടലോടെ അജയനെ നോക്കുകയാണ്. അജയന് അന്ന് കിട്ടിയത് ഓർമ്മയില്ലെന്ന് തോന്നുന്നു എന്ന് ആതിര പറയുമ്പോൾ അജയൻ പറയുകയാണ്, അന്ന് കിട്ടിയതൊക്കെ എനിക്ക് നന്നായി തന്നെ ഓർമ്മയുണ്ട്. അതിന് ഞാൻ പകരം വീട്ടാൻ പോകുന്നതേ നിന്നെ കെട്ടിക്കഴിഞ്ഞായിരിക്കും. ഇത് കേൾക്കുന്ന ആതിര ദേഷ്യത്തോടെ അജയനെ നോക്കുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് മീര വരികയാണ്. അതെ അജയ, എന്ത് കാര്യവും 2 വട്ടം പറഞ്ഞാലേ ഈ പെണ്ണിന് തലയിൽ കയറൂ. അതൊക്കെ ഞാൻ ശരിയാക്കി എടുത്തോളാം ചേച്ചി എന്ന് പറഞ്ഞ് അജയൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവന്തികയുടെ മുറിയിലേക്ക് വരുന്ന അർച്ചന അവരുടെ സംസാരം കേട്ട് പുറത്തു തന്നെ നിൽക്കുകയാണ്. അല്ല ചേച്ചി, അർച്ചനയെ കൊണ്ടുവരാനേ എന്തോ ഒരു വഴിയുണ്ടെന്നല്ലേ ചേച്ചി പറഞ്ഞത്. പക്ഷേ എന്തോ ഒരു വാർത്ത കേട്ടിട്ടല്ലേ അർച്ചന തിരികെ വന്നത്. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, അതെ, അനൂപ് ആക്സിഡന്റ് ആയി വിവരം പറഞ്ഞിട്ടാ അർച്ചന ഇങ്ങോട്ടേക്ക് വന്നത്. അല്ല ചേച്ചി, അപ്പോ ആക്സിഡന്റ്? നീ സംശയിക്കേണ്ടനകെ, ആ ആക്സിഡന്റ് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാ. ചേച്ചിയാണോ അനൂപിനെ വണ്ടി ഇടിപ്പിച്ചത്? അനക ചോദിക്കുമ്പോ അവന്തിക പറയുകയാണ്, ഞാനാണ് വണ്ടി ഇടിപ്പിച്ചിരുന്നെങ്കിലേ അവനിപ്പോ ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു. അവന്റെ ഉച്ചിയിൽ കൂടി ഞാൻ വണ്ടി കയറ്റി ഇറക്കിയേനെ. പിന്നെ ഇപ്പൊ തൽക്കാലം ഒന്ന് പേടിപ്പിച്ച് വിട്ടേക്കാമെന്ന് കരുതി. അവളുടെ വീട്ടുകാർ വേദനിച്ചാലല്ലേ അവൾക്ക് നോവുകയുള്ളൂ. കൂടാതെ വൃന്ദാവനം വീട്ടില് ആദ്യം മരണപ്പെടേണ്ടത് അർച്ചനയാണ്, അതും എന്റെ കൈകൊണ്ട്. അതുകൊണ്ടാ അനൂപിന് ചെറിയൊരു ശിക്ഷ മാത്രം കൊടുത്ത് ഞാൻ വിട്ടത്. അർച്ചന എപ്പോഴും എന്റെ മുമ്പിൽ തന്നെ ഉണ്ടാകണം, എങ്കിലേ ഈ മത്സരത്തിന് ഇത്തിരി കാഠിന്യമേറുകയുള്ളൂ. അത്രയൊക്കെ പറഞ്ഞ് അവന്തിക ചിരിക്കുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന അർച്ചന ഒരു ഞെട്ടലോടെ തന്റെ മുറിയിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവന്തിക പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുന്ന അർച്ചനയാണ്. അതേസമയം സച്ചി അങ്ങോട്ടേക്ക് വരുന്നു. എന്താടോ, തനിക്ക് എന്തു പറ്റി? അത് പിന്നെ ഒന്നുമില്ല സച്ചിയേട്ടാ, എന്തോ ഉണ്ട്, കാര്യം പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് സച്ചി പറയുമ്പോൾ അജയൻ വൃന്ദാവനത്തിൽ വന്ന കാര്യവും ഇതിനോട് മോശമായി സംസാരിച്ച കാര്യവുമെല്ലാം തന്നെ സച്ചിയോട് പറയുകയാണ് അർച്ചന. നമുക്ക് എന്താണെങ്കിലും ആ കാര്യത്തില് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുക്കാം. പിന്നെ തന്റെ ഇപ്പോഴത്തെ വിഷമത്തിന്റെ കാര്യം ഈ പ്രശ്നമല്ലെന്ന് എനിക്കറിയാം. താൻ എന്താണെങ്കിലും എന്നോട് പറയില്ലെന്നും എനിക്കറിയാം. ഇനിയും ആ കാര്യത്തെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണാനിടവരരുത്. ഇപ്പോൾ താൻ എനിക്ക് ഒരു ചായ കൊണ്ടുവരാൻ സച്ചി പറയുമ്പോൾ അതെടുക്കാനായി അർച്ചന അടുക്കളയിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. അജയന്റെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് പറയണമെന്ന് മീര ചോദിക്കുമ്പോൾ ആതിര പറയുകയാണ്, വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറയണം. മോളെ, അജയൻ നല്ല ഒരാളാണെന്ന് മാഷ് പറയുമ്പോൾ ഞാൻ എന്താണെങ്കിലും അജയനെ വിവാഹം കഴിക്കില്ലെന്ന് ആതിരയും പറയുന്നു. തുടർന്ന് അവന്തിക പൈസ തന്ന് സഹായിച്ചതുകൊണ്ടാ നമ്മളിപ്പോഴും ഈ വീട്ടിൽ കിടക്കുന്നതെന്ന് മീര പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ഞെട്ടലോടെ മീരയെ നോക്കുമ്പോൾ കമല ചോദിക്കുകയാണ്, അതിന് അവന്തിക ചെയ്തതെന്ന് നിനക്കെങ്ങനെ അറിയാം? ഞാൻ ഊഹിച്ചു, പിന്നെ ഞാൻ വിളിച്ച് നന്ദി പറയുകയും ചെയ്തു. അവന്തിക അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് കമല പറയുന്നു. ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഇവളെ അജയനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കാൻ പറഞ്ഞ് മീര എഴുന്നേറ്റ് പോവുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ സന്ധ്യയുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്ന അർച്ചനയാണ്. അനൂപിന്റെ ആക്സിഡന്റിന്റെ കാര്യവും അത് ചെയ്തത് അവന്തികയാണെന്നുള്ള കാര്യവും ഡോക്ടറോടും അബ്ദുൾ ഖാദറിനോടും തുറന്നു പറയുകയാണ് അർച്ചന. അവന്തികയെക്കുറിച്ചുള്ള സത്യം അർച്ചന എന്താ എല്ലാവരുടെയും എടുത്ത് പറയാത്തതെന്നാ എനിക്ക് മനസ്സിലാകാത്തതെന്ന് ഡോക്ടർ അബ്ദുൾ ഖാദർ പറയുകയാണ്. അതേ അർച്ചനെ, ഇനിയും ഇതാരോടും പറയാതിരുന്നാൽ ശരിയാവുകയില്ല. എത്രയും പെട്ടെന്ന് മറ്റൊരാളെ കൂടി ഇതറിയിക്കണം. തന്നെ കൊണ്ട് ഇതൊറ്റയ്ക്ക് നേരിടാൻ സാധിക്കില്ലെന്നൊക്കെ സന്ധ്യ പറയുമ്പോൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.